പഴയ കാലത്ത് എത്ര കണ്ട് ശരിയുണ്ടെന്നറിയില്ല, അതിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. രണ്ട് വ്യാഖ്യാനങ്ങളും ഇപ്പോൾ കേട്ടാൽ ശുഭകരമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തിനിതൊക്കെ ഞാൻ ചികഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിനി പറയാൻ പോകുന്നതിൻ്റെ പ്രേതങ്ങൾ, ഭൂതങ്ങൾ ഇപ്പോഴും മലയാളി സമൂഹത്തെ വിട്ടുമാറിയിട്ടില്ല. ഇതേതെങ്കിലും സമുദായത്തെയോ ജാതിയെയോ മതത്തെയോ തള്ളിപ്പറയാനോ ഉൾക്കൊള്ളുവാനോ ആരെങ്കിലും മിടുക്കരാണെന്നോ മോശമാണെന്നോ പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ ചിലത് പറയാൻ വേണ്ടി മാത്രം. ഒരു കാലഘട്ടത്തിൽ നായർ നമ്പൂതിരി കുടുംബങ്ങളിൽ 70ഉം 80ഉം വയസ്സായ ആളുകളെ, പുരുഷന്മാർക്ക് 18ഉം 19ഉം 20ഉം 30ഉം വയസ്സുള്ള പെൺകുട്ടികളെ വേളി കഴിച്ചു കൊടുക്കുമായിരുന്നു, കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ 80 80 വയസ്സായിട്ടുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരത്തിൽ കുഴമ്പിടാനും എണ്ണയിടാനും വെറ്റില താമ്പാളത്തിൽ നിന്ന് വെറ്റില എടുത്തു കൊടുക്കാനും വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കാനും അവരെ വസ്ത്രം കഴുകി കൊടുക്കാനും അത്യാവശ്യം കുളിപ്പിക്കാനും അങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയുള്ള ഒരു വേലക്കാരിയുടെ റോളിലേക്ക് ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളവും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറയുന്നതും സെക്സ് എന്നൊക്കെ പറയുന്നത് ഒരു ജൈവപരമായ ശാരീരിക ആവശ്യമാണ്. പക്ഷേ അതൊന്നും നിവർത്തിക്കാൻ കഴിയാത്ത പ്രായത്തിൽ, അതിനൊന്നും കഴിയാത്ത, അതെല്ലാം മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നുമൊക്കെ ചിന്ത വിട്ട കാലത്തും പുരുഷന്മാർ ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കും. എന്നിട്ട് അന്നൊരു ആചാരമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ഒന്ന്, ഇങ്ങനെ കല്യാണം കഴിക്കുന്ന വീടുകളിലെ നായർ സ്ത്രീകൾക്കും നമ്പൂതിരി സ്ത്രീകൾക്കുമെല്ലാം വർഷത്തിൽ 1-2 ദിവസം ഒരു അവസരം കൊടുക്കുമത്രേ. അവസരമെന്ന് പറഞ്ഞാൽ അവർ വലിയ പറമ്പുകളാണ്, വലിയ വീടുകളാണ്, അവിടെ കുളമുണ്ടായിരിക്കും, ഇല്ലമുണ്ടായിരിക്കും, ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരിക്കും. അവിടെ നിന്ന് അവർ പുറത്തിറങ്ങി, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പറമ്പിലേക്ക് പോയാൽ ആ പറമ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട, അന്നത്തെ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട, പട്ടികജാതി പട്ടികവിഭാഗ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗം, ഞാൻ പേര് പറയുന്നില്ല, വിഭാഗത്തിലെ ആളുകൾ, പുരുഷന്മാർ ഈ സ്ത്രീകളെ കണ്ടാൽ, ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞാൽ അന്നു രാത്രി ആ സ്ത്രീ ആ പുരുഷനുള്ളതാണ്, ആ പുരുഷനോടൊപ്പം താമസിക്കണം, അല്ലെങ്കിൽ പുരുഷന് കിടക്ക പങ്കുവെക്കണം എന്നൊരു ആചാരം ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ സ്വന്തം ചെറിയ കുട്ടികളെ ചെറിയ പ്രായത്തിലുള്ളവരെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ഉപകാരമാണോ, ഒരാചാരമാണോ, ഉപചാരമാണോ എന്നറിയില്ല. അതോ സ്ത്രീകൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നും അറിയില്ല. മൂന്നാമത്തെ കാര്യം, ഈ പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്കറിയില്ല. എന്തായാലും ആ കാലഘട്ടം മുതൽ ശൈശവ വിവാഹം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. വീട്ടിലുള്ള പെൺമക്കളുള്ള കുടുംബത്തിൽ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവും മക്കളെ സംബന്ധിച്ച് അച്ഛനും, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മയ്ക്ക് പുതിയാപ്പിള മരിച്ചുപോയി, അകാലത്തിൽ മരിച്ചു പോയാൽ എന്തെങ്കിലും കടമോ ബാധ്യതയോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് തീർക്കുന്നതിൻ്റെ ഭാഗം, അത് ഹിന്ദുക്കളുടെ ഇടയിലും അങ്ങനെ ഒരു രീതി കാണുന്നുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും കാണുന്നുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബാധ്യത തീർക്കണമെങ്കിൽ ചെറിയ പെൺകുട്ടികളെ മുതിർന്ന ആളുകൾ, മകളുടെ പ്രായമുള്ള ഒരു കടം കൊടുത്ത ആൾ മകളുടെ പ്രായമുള്ള ആളിനെ വിവാഹം കഴിക്കുക, വിവാഹ ഓഫർ വയ്ക്കുക. കാലം ഒരുപാട് മാറിപ്പോയി. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് നിന്ന് 14 വയസ്സുകാരിയുടെ ഒരു ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കുട്ടികൾ പഠിക്കട്ടെ, അവർ വിവാഹം കഴിക്കുന്നതിൻ്റെ സമയമാകുമ്പോൾ അവർക്കും അറിയാമല്ലോ വിവാഹം കഴിക്കണമെന്ന്. അവർ വിവാഹം കഴിക്കാൻ സ്വയം പര്യാപ്തമാകട്ടെ. ഇന്നിപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബിസിനസ്സുകാരും ഡാൻസുകാരും പാട്ടുകാരും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ഒരു ചെറിയ പ്രായമാകുമ്പോൾ തന്നെ അവരെ പിടിച്ച് നിക്കാഹ് കഴിക്കും, 4-5 കുട്ടികളാകും. പിന്നെ അവരുടെ ജീവിതം വീട്ടിനകത്ത് തന്നെ പലപ്പോഴും പർദ്ദയ്ക്കുള്ളിൽ തളയ്ക്കപ്പെടുമായിരുന്നു. പക്ഷെ ആ കാലമെല്ലാം പോയി. മുസ്ലിമിനകത്ത് തന്നെ, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വലിയ പരിവർത്തനമുണ്ടായി. നായർ നമ്പൂതിരിമാരുടെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. അത്രയും പരിവർത്തനം ഇപ്പുറത്തുണ്ടായില്ല. എന്തായാലും വലിയ പരിവർത്തനമുണ്ടായി. ഇപ്പോൾ പലപ്പോഴും ഭാര്യയേക്കാൾ പ്രായം കുറഞ്ഞ പയ്യന്മാരെ കെട്ടുന്ന കാലം വരെയായി.
തിരിച്ചല്ലെങ്കിലും സമപ്രായത്തിലുള്ളവർ കിട്ടുന്നു. ചെറിയ പ്രായ വ്യത്യാസത്തിൽ 1 വയസ്സ് 2 വയസ്സ് വ്യത്യാസത്തിൽ ഭർത്താവിന് ചെറുക്കന് 1 വയസ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 2 വയസ്സ് കൂടുതലായിരിക്കും, ഭാര്യയ്ക്ക് പെണ്ണിന് ചെറിയ പ്രായക്കുറവ്. ആ തരത്തിലേക്കുകളൊക്കെ മാറി പഴയ കാലം ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരുപാട് തുടച്ചു മാറ്റിയിട്ടുണ്ട്. ആ അനാചാരങ്ങൾ ഇപ്പോൾ ആരും പാലിക്കുന്നില്ല, ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും നാമമാത്രമായ ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക മണി ലോണ്ടറിങ്ങിലൂടെ, ലോൺ എടുത്തതിലൂടെ, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തതിലൂടെ ഒക്കെയുള്ള ട്രാപ്പുകളും ഇഷ്ടങ്ങളുമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ 20 വയസ്സുള്ള അല്ലെങ്കിൽ 19 വയസ്സുള്ള 18 വയസ്സുള്ള 15 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് മുതിർന്ന ആൾ കല്യാണം കഴിക്കുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം വിചാരിക്കുന്നത്, ആ കുടുംബം രക്ഷപ്പെടുമല്ലോ, മുതലാളി മകളുടെ പ്രായമുള്ളൂ അല്ലെങ്കിൽ ചെറുമകളുടെ പ്രായമേ ഉള്ളൂ, മുതലാളി കുടുംബത്തെ രക്ഷിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹവുമാണ് നമുക്കുള്ളത്. പക്ഷേ അവിടെ നമ്മൾ കുരുതി കൊടുക്കുന്നത്, അവിടെ നമ്മൾ ഹോമിക്കപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് എന്ന് നാം തിരിച്ചറിയണം. പുരുഷന്മാരെപ്പോലെ ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികൾക്കും എല്ലാവിധ വികാരങ്ങളും വിചാരങ്ങളും ലൈംഗിക ചോദനകളും എല്ലാം, അമ്മയാകാനുള്ള ആഗ്രഹവും എല്ലാം ഉണ്ട് പെൺകുട്ടികൾക്കും. അവരുടെ മോഹം, പണ്ടൊരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ, അവരുടെ സ്വപ്നം തീരുമാനിക്കുന്നത് ആരാണ്? പെൺകുട്ടികളുടെ ആഗ്രഹത്തിന് അതിർവരമ്പ് നിശ്ചയിക്കുന്നത് ആരാണ്? അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കണ്ടേ? പലപ്പോഴും ഇത് സമൂഹത്തിൽ നടക്കുന്നില്ല. 2-3 സംഭവങ്ങൾ, വിവിധ മതങ്ങളിൽ നിന്നുള്ള 2-3 സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ മലപ്പുറത്ത് നിന്ന് പല കേസുകളും ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ മലപ്പുറം എന്ന വാക്ക് പറയുമ്പോൾ ദയവായി ഒരു വിഭാഗക്കാരെയാണ് എന്ന് പറയരുത്. ഒരു വിഭാഗക്കാരോടല്ല എനിക്ക് എതിർപ്പ്. മലപ്പുറത്തെ ഏത് വിഭാഗക്കാർ ചെയ്താലും അതിനോട് നാം സമരസപ്പെടാൻ കഴിയില്ല. അതിനോട് സമരം ചെയ്യേണ്ടതാണ്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നതെന്തോ പാതകമാണ്, പാടുന്നതെന്തോ തെറ്റാണ്, അവർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണ്, അവർ ഫോട്ടോ എടുക്കുന്നത് തെറ്റാണ്, സെൽഫി എടുക്കുന്നത് തെറ്റാണ്. എന്ത് ചെയ്യുന്നതിലും അതിരു കവിഞ്ഞ നിയന്ത്രണം കൊണ്ടുവരികയും പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം, പുരുഷന് ഉള്ള ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു കാഴ്ചപ്പാട് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. കാലം ഒരുപാട് പോയി, ഒരുപാട് മാറി. നമ്മുടെ പുഴകളിലൂടെ നദികളിലൂടെ എന്തുമാത്രം വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോഴും അങ്ങനെ നമുക്ക് ചിന്തിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ കേസും കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസും വളരെ കൂടുതലായിട്ടുള്ളത് ചില വിഭാഗങ്ങളിലാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഏത് വിഭാഗത്തിലുള്ളതായാലും അത് ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സമൂഹം ആദ്യം ചർച്ച നടക്കേണ്ടത് അതിനകത്താണ്. ഗുരുദേവൻ എല്ലാ പരിഷ്കാരങ്ങളും നടത്തിയത് ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാണ്, അതിനകത്ത് നിന്നാണ്. ചട്ടമ്പിസ്വാമികൾ എല്ലാം ചെയ്തത് നായർ കമ്മ്യൂണിറ്റി അകത്ത് നിന്നുകൊണ്ടാണ്. മന്നത്ത് പത്മനാഭൻ ഈ പരിഷ്കാരങ്ങൾ വരുത്തിയത് നായർ കമ്മ്യൂണിറ്റി അകത്തുനിന്ന് ഉയർന്നു വന്ന ആളായതുകൊണ്ടാണ്. പുറത്തുനിന്നൊരാളിന് വന്ന് ഇത് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കാരണം അയാൾ എന്തിനാണിത് വരുന്നത്, ഞങ്ങളെ തകർക്കാൻ വരികയാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ഓരോ മതത്തിൽ നിന്നും ഓരോ സമുദായത്തിൽ നിന്നും പുതിയ ആചാര്യന്മാരും പുതിയ ഗുരുക്കന്മാരും പുതിയ ഋഷീശ്വരന്മാരും പുതിയ ആളുകൾ, പുതിയ പ്രവാചകന്മാരുമൊക്കെ ആധുനിക കാലഘട്ടത്തിലുണ്ടായി. ഓരോ സമുദായവും ഓരോ മതവുമൊക്കെ പരിഷ്കരിക്കപ്പെടണം. അതോടൊപ്പം ഭരണഘടനയുടെയും രാജ്യത്തിലെ നിയമത്തിലെയും സിവിൽ കോഡുകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള പരിഷ്കരണം നടത്തണം. തീർച്ചയായും അത് വേണം. അതോടൊപ്പം തന്നെ ഇന്നർ ഭാഗത്തു നിന്ന് അകത്തു നിന്നുള്ള സമ്മർദ്ദവും ചിന്താധാരകളും കൂടി ഉണ്ടാകേണ്ടത് കാലത്തിന് അനുയോജ്യമാണ്, കാലത്തിൻ്റെ ആവശ്യകതയാണ്. മക്കളെ, നിങ്ങൾ പഠിക്കുക, നല്ല ജോലി വാങ്ങുക, സ്വയം പര്യാപ്തം നിൽക്കുക, കല്യാണമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങളും പക്ഷേ കഴിക്കണം, അത് വേറൊരു വിഷയം. കല്യാണമൊക്കെ കഴിക്കണം. കാരണം കുടുംബജീവിതത്തിൻ്റെ സർക്കിൾ പൂർത്തിയാകുന്നത് നമ്മൾ ബ്രഹ്മചര്യം കഴിക്കുന്ന അല്ലെ പഠിക്കുന്ന കാലവും ഗൃഹസ്ഥാശ്രമകാലം കുടുംബിനിയായും കുടുംബനാഥനായും കുടുംബനാഥയായും ഒക്കെ കഴിയുന്ന കാലം, മക്കളുടെ കാലം, ചെറുമക്കളുടെ കാലം, പിന്നെ നമുക്ക് ജീവിതത്തിന് ഓരോ ഘട്ടമുണ്ട്. ഇതൊരു ലൈഫ് സൈക്കിളാണ്. ഈ ഓരോ ജന്മമെടുക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് കല്യാണമൊന്നും വേണ്ട എന്നുള്ള നിലയിലല്ല പോകേണ്ടത്. കല്യാണം കഴിക്കുമ്പോൾ അതെപ്പോൾ വേണം, എങ്ങനെ വേണം എന്നുള്ളതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ഈ ലോകത്ത് വാക്കുകളുണ്ട്. നിങ്ങളും സധൈര്യം പറയുക. ആരോടും വെറുപ്പിച്ചിട്ടോ ആരെയും പറ്റിച്ചിട്ടുമില്ല. നിങ്ങൾക്കുമുണ്ട് സ്വപ്നങ്ങൾ. ഈ പെൺകുട്ടികൾക്കും സ്വപ്നങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളുമുണ്ടെന്നും അത് കേവലം ശരീരം മാത്രമല്ല എന്നും തിരിച്ചറിയുന്ന സമൂഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അത് അരാജകത്വമല്ല, നന്മയിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ കേട്ട വാർത്തകൾ ശരിയാകാതിരിക്കട്ടെ. പെൺകുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിടുക. അതിൻ്റെ അർത്ഥം സർവതന്ത്ര സ്വതന്ത്രമായി കല്യാണവും കഴിക്കാതെ വിവാഹത്തിനൊന്നും സമ്മതിക്കാതെ ഒറ്റയടിച്ച് സോളോ അടിച്ച് നടക്കലല്ല എന്നും കൂടി പെൺകുട്ടികളും തിരിച്ചറിയണം. കാലമേ ആവശ്യമായ എല്ലാവിധ നിയന്ത്രണങ്ങളും വേണം. അതോടൊപ്പം തന്നെ കഴിയുന്നത്ര പരമാവധി സ്വാതന്ത്ര്യവും എല്ലാവർക്കും ആവശ്യമുണ്ട്.